Welcome all. Now I am going to discuss about closure of an attribute and functional dependency. So ഒരു functional dependency എന്തെന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു റിലേഷൻ എ ബി സി അതിൽ വരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് എ ഡിറ്റർമിൻസ് ബി, ബി ഡിറ്റർമിൻസ് സി. ഇത് മീനിങ് എന്താണ്? എ എന്നുള്ള ആട്രിബ്യൂട്ട് ക്യാൻ ഡിറ്റർമിൻ ദി വാല്യൂ ഓഫ് ബി, സെയിം ആസ് ദി ആട്രിബ്യൂട്ട് ബി ക്യാൻ ഡിറ്റർമിൻ ദി വാല്യൂ ഓഫ് സി. Okay, then we have seen different rules or axioms in functional dependency. അതിൽ one of the axiom ആയിരുന്നു transitivity, right? I think you are remembering the transitivity axiom or transitivity rule. ഇവിടെ പറയുന്നത് എന്താണ്? X determines Y and Y determines Z ആണെങ്കിൽ we can say that X determines Z also. Okay, അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എക്ക് ബിനെ ഡിറ്റർമിൻ ചെയ്യാം, ബിക്ക് സിനെ ഡിറ്റർമിൻ ചെയ്യാം. So automatically നമുക്ക് പറയാം by applying transitivity rule A can determine C അല്ലെ? ഇപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എ എന്നുള്ള ആട്രിബ്യൂട്ടിന് ആരെന്നെല്ലാം ഡിറ്റർമിൻ ചെയ്യാം? ഇറ്റ് ക്യാൻ ഡിറ്റർമിൻ ബി ആൻഡ് എ ക്യാൻ ഡിറ്റർമിൻ സി, റൈറ്റ്? അപ്പൊ നമ്മൾ എ എന്നുള്ള ആട്രിബ്യൂട്ടിന് ഏതൊക്കെ ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോഷർ ഓഫ് എൻ ആട്രിബ്യൂട്ട് എന്നതിൽ പറയുന്നത്. അതായത് ക്ലോഷർ ഓഫ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് എക്സ് with respect to the given functional dependency is the set X closure. This is called X closure. We can call it as X closure of all attribute that are functionally determined by X. X എന്നുള്ള ആട്രിബ്യൂട്ടിനെ ഏതെല്ലാം ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നോ അതിനെയാണ് അതിന്റെ ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ യൂഷ്വലി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ആക്സിയോംസ് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Okay, when we'll see examples, then it will be more clear. നോക്കാം, നമുക്കൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ട്, ഒരു റിലേഷൻ തന്നിട്ടുണ്ട് എ ബി സി ഡി. അതിൽ വരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് എ ഡിറ്റർമിൻസ് ബി, ബി ഡിറ്റർമിൻസ് സി ആൻഡ് സി ഡിറ്റർമിൻസ് ഡി. സോ ഐ എം ഗോയിങ് ടു calculate the closure of attributes. First, we'll see closure of A. That can be written as A closure. Okay, എ ക്ലോഷറിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വരും, ദാറ്റ് മീൻസ് എക്ക് ഏതെല്ലാം ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എ ആട്രിബ്യൂട്ട് ക്ലോഷറിൽ ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് എ, ബിക്കോസ് ക്ലോഷർ ഓഫ് ആൻ ആട്രിബ്യൂട്ട് ഷുഡ് കണ്ടെയ്ൻ ദാറ്റ് ആട്രിബ്യൂട്ട്. സോ എ എഴുതി. ഇനി എ ക്യാൻ ഡിറ്റർമിൻ ബി, അതുകൊണ്ട് ക്യാൻ ഇൻക്ലൂഡ് ബി. ദെൻ ബി ക്യാൻ ഡിറ്റർമിൻ സി, സോ സി ഓൾസോ ദർ. സി ക്യാൻ ഡിറ്റർമിൻ ഡി, സോ സി ഓൾസോ വിൽ ബി ആഡഡ്. This is how we'll be calculating closure of an attribute. ഇനി നമ്മളിപ്പോൾ ബി ക്ലോഷർ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ബി ക്ലോഷർ will contain B, then B determines C, so C added, C determine D, so D is also added. Same as if we calculate C closure, we can have C, it will contain C, then C closure, C determine D, C, D also added. Like D closure will contain D only. D attribute does not determine any other attribute, so D closure contain only D. Same as we can take the combination of the attribute AB closure. AB closure will contain AB first, then since A is there, B is already there, B is there, we can add C, C is there, we can add D. And if we take same as we can calculate BC closure, AC closure, all. So I'm taking ABC closure now. Again we can have A, B, C will be added. Then since C is added, we can add D also. So this is how we are calculating the closure of an attribute. Next, what is the need of a closure? Finding the closure of an attribute. എന്തിനാണ് ഈ ക്ലോഷർ കണ്ടുപിടിക്കുന്നത്? So we have different uses of closure. So first നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു റിലേഷനിലെ കീ ആട്രിബ്യൂട്ട് നമ്മൾ നോക്കി അറിയാം. ഒരു റിലേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ടേബിൾ ആണെങ്കിൽ അതിൽ വൺ ഓഫ് ദി ആട്രിബ്യൂട്ട് വിൽ ബി ദി കീ ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൈമറി കീ ആയിരിക്കും, കാൻഡിഡേറ്റ് കീ ആയിരിക്കും. സോ വിച്ച് ആട്രിബ്യൂട്ട് വിൽ ബി സെലക്ടഡ് ആസ് ദി കീ ആട്രിബ്യൂട്ട്? അത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ക്ലോഷർ കണ്ടുപിടിച്ചിട്ടാണ് ഒരു ടേബിളിലെ കീ ആട്രിബ്യൂട്ടിനെ കണ്ടുപിടിക്കുന്നത്. സൂപ്പർ കീനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ് കീ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കീ ആട്രിബ്യൂട്ട്സ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് ക്ലോഷർ വേണം. അതുപോലെ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, ഒരു റിലേഷനിൽ വരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ആട്രിബ്യൂട്ട്
ദിസ് ക്ലോഷർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വി ക്യാൻ യൂസ് ദിസ് ക്ലോഷർ പ്രോപ്പർട്ടി ഫോർ ഇക്വാലൻസി ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഈക്വലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും. വിൽ യൂസ് ഇറ്റ് as നോർമലൈസേഷനിൽ യൂസ് ചെയ്യും. ഇങ്ങനെ ഈ ക്ലോഷർ ഓഫ് ആൻ ആട്രിബ്യൂട്ടിന് ഡിഫറെന്റ് യൂസസ് ഉണ്ട്. സോ വിൽ ബി സീയിങ് വൺ ബൈ വൺ. ഫസ്റ്റ് എന്താണ് ഒരു കീ ആട്രിബ്യൂട്ട് എന്ന് നോക്കാം. നമുക്കറിയാം ഇപ്പോൾ നമ്മളുടെ ഒരു റിലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ് റിലേഷൻ ഓർ സ്റ്റുഡൻറ് ടേബിൾ. ഈ സ്റ്റുഡൻറ് ടേബിളിലെ എൻട്രീസ് ആണ് രജിസ്റ്റർ നമ്പർ ഉണ്ട്, നെയിം ഓഫ് ദി സ്റ്റുഡൻറ് ക്യാൻ ബി ദർ, ദെൻ ഏജ് ഓഫ് ദി സ്റ്റുഡൻറ് ക്യാൻ ബി ദർ, ദെൻ മാർക്ക് ഓഫ് എ സ്റ്റുഡൻറ് ക്യാൻ ബി ദർ. ഇതില് നമുക്ക് എന്ത് പറയാം, ആർക്കാണോ ഒരു റോനെ യൂണിക്കലി അല്ലെങ്കിൽ ഒരു ടപ്പിളിനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കീ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. കീ ആട്രിബ്യൂട്ട് തന്നെയാണ് കാൻഡിഡേറ്റ് കീ. അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ കീ ആട്രിബ്യൂട്ട്? രജിസ്റ്റർ നമ്പർ, റൈറ്റ്? കാരണം അതിനാണ് ഇവരെല്ലാവരെയും യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പർ ആയിരിക്കും. നമ്മൾ ഡയഗ്രാം വരച്ചിരുന്നു, റിലേഷൻസ് ഐഡന്റിഫൈ ചെയ്തിരുന്നു. അവിടെയെല്ലാം നമ്മൾ എന്താണ് പ്രൈമറി കീ എന്നുള്ളത് കണ്ടതാണ്. സോ ഇവിടെ ഈ ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട് ആണ് രജിസ്റ്റർ നമ്പർ. സോ ഇതാണ് നമ്മളുടെ കാൻഡിഡേറ്റ് കീ. ഇനി എന്താണ് സൂപ്പർ കീ? നോക്കൂ, നമ്മൾ ഈ രജിസ്റ്റർ നമ്പറിന് ഏജിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം രജിസ്റ്റർ നമ്പർ ക്യാൻ ഡിറ്റർമിൻ ഏജ്, അല്ലെ? അതായത് രജിസ്റ്റർ നമ്പർ ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ ആണ്. ഓക്കെ, ദെൻ നമ്മളിവിടെ ഈ രജിസ്റ്റർ നമ്പർ ആൻഡ് നെയിം ക്യാൻ ഡിറ്റർമിൻ ഏജ് എന്ന് എഴുതാലോ, അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് പേരും ചേർന്ന് ഈ കാൻഡിഡേറ്റ് കീയുടെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ചേർന്നാൽ അതിനെ നമുക്ക് പറയുന്ന പേരാണ് സൂപ്പർ കീ. ഓക്കെ, സൂപ്പർ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാൻഡിഡേറ്റ് കീ ആവാം, പ്ലസ് കാൻഡിഡേറ്റ് കീയുടെ കൂടെ അതർ ആട്രിബ്യൂട്ട്സും കൂടി ആഡ് ചെയ്താലും അതിനെ സൂപ്പർ കീ എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു റിലേഷൻ ABC എടുക്കുകയാണെങ്കിൽ സപ്പോസ് ദി കാൻഡിഡേറ്റ് കീ ഈസ് A, then സൂപ്പർ കീസ് പോസിബിൾ വിൽ ബി A ഒരു സൂപ്പർ കീ ആവാം, AB ഒരു സൂപ്പർ കീ ആവാം, AC ഒരു സൂപ്പർ കീ ആവാം, ABC ക്യാൻ ഓൾസോ ബി എ സൂപ്പർ കീ. അപ്പൊ നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ബോത്ത് വിൽ ഹാവ് ദി പ്രോപ്പർട്ടി കോൾഡ് യൂണിക്നെസ്. അവര് ഒരു ടപ്പിളിനെ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ ഇറഡ്യൂസിബിൾ ആയിരിക്കും. കാരണം അതിൽ നിന്ന് ഇനി റിഡക്ഷൻ പോസിബിൾ അല്ല. ബട്ട് സൂപ്പർ കീ ആണെങ്കിൽ റെഡ്യൂസിബിൾ ആണ്. നോക്കൂ, ഇവിടെ AB-യിൽ A alone is a candidate key, AC-യിൽ A alone is a candidate key, ABC-യിൽ A alone is a candidate key. That means here these can determine the unique tuple. ഇവരെല്ലാം പക്ഷെ ഇവരുടെ കൂടെ ബിയും AC-യും എല്ലാം ചേർന്നാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ കീ. ഇനി എങ്ങനെയാണ് നമുക്കൊരു കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാം? അതായത് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു കാൻഡിഡേറ്റ് കീനെ കണ്ടുപിടിക്കാം? സോ കാൻഡിഡേറ്റ് കീനെ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ കണ്ടുപിടിക്കാം. ക്ലോഷർ ഓഫ് ആൻ ആട്രിബ്യൂട്ട് ക്യാൻ ഡിറ്റർമിൻ ഓൾ ദി ആട്രിബ്യൂട്ട്സ് ഇൻ ദി റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ദി കാൻഡിഡേറ്റ് കീ. അതായത് A ക്ലോഷർ കണ്ടുപിടിക്കാം. ഹിയർ വി ഹാവ് 3 attribute A, B and C. We will be calculating A closure first. What is A closure? A closure should contain A. Since B is the B is the B determines C, so C. A closure contain all the attributes in the relation, right? So we can say that A is a candidate key. Okay, A is a candidate key because it contain all the attributes of A. And let us take B closure. B closure will contain B and B determines C, so C is added. B does not contain all the attribute. അല്ലെ, Bക്ക് എല്ലാ ആട്രിബ്യൂട്ടിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സോ B എന്ന് പറയുന്നത് is not a candidate key. Then C closure എടുത്ത് നോക്കാം. C closure എന്ത് വരും? C വരും, വേറെ ഒന്നും കിട്ടില്ല. സോ this C is also not a candidate key. ഇനി നമ്മൾ AB closure എടുക്കാം. AB closure will contain AB, right? B ഉള്ളത് കൊണ്ട് C യും വരും. So AB closure contain all the attributes. അപ്പോൾ ഇതൊരു കാൻഡിഡേറ്റ് കീ ആണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. AB closure contains all the attribute. AB closure is ABC. That means it can uniquely identify all the tuples. But the problem is in AB closure A മാത്രം എടുത്താലും അത് കാൻഡിഡേറ്റ് കീ ആണ്, റൈറ്റ്? അപ്പോൾ
എ, അതായത് ഇപ്പൊ നമ്മൾ പറയാണ് രജിസ്റ്റർ നമ്പർ ഓഫ് എ സ്റ്റുഡന്റ് ക്യാൻ ഡിറ്റർമിൻ മാർക്ക്. ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ അറിയാമെങ്കിൽ മാർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പറും നെയിമും കൂടി എടുക്കേണ്ട ആവശ്യമുണ്ടോ മാർക്ക് കിട്ടാനായിട്ട്? ഇല്ല അല്ലേ? അപ്പൊ ഇതാണ് കാൻഡിഡേറ്റ് കീ. സോ ഈ കാൻഡിഡേറ്റ് കീയുടെ കൂടെ ഒരാളും കൂടി ചേർന്ന്, ഒരു ആട്രിബ്യൂട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ സൂപ്പർ കീ. ഓക്കെ, അപ്പൊ ഇതാണ് കാൻഡിഡേറ്റ് കീയുടെ കൺസെപ്റ്റ്. നമുക്ക് കാൻഡിഡേറ്റ് കീ ഇത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി ക്ലോഷർ കണ്ടെയ്ൻസ് എ ബി സി, ബട്ട് അത് കാൻഡിഡേറ്റ് കീ അല്ല, ഇറ്റ് ഈസ് എ സൂപ്പർ കീ. ഓക്കെ, സോ വിൽ സീ മോർ എക്സാമ്പിൾസ്. നെക്സ്റ്റ്, ഒരു റിലേഷൻ ABCD. These are the functional dependencies given. We have to see the candidate key of the relation. നമുക്ക് A ക്ലോഷർ കണ്ടുപിടിക്കാൻ നോക്കുക. A ക്ലോഷറിൽ A വരും. A Bയും കൂടി ചേർന്നാലേ CD ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ A മാത്രമേ ഇതിൽ വരുള്ളൂ. സെയിം ആസ് B ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? We can have only B. So C closure, it contain C. Since C determine D, D is there. C determine A can also be added. But B വന്നില്ല. സോ അപ്പൊ സിയും കാൻഡിഡേറ്റ് കീ ആവാൻ പറ്റില്ല. ഇനി നമ്മൾ ഡി ക്ലോഷർ കണ്ടുപിടിച്ചു. ഡി ക്ലോഷറിൽ എന്ത് വരും? ഡി ക്ലോഷറിൽ ഡി വരും. നോ അതർ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സിംഗിൾ ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഒരിക്കലും കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയർ ആയി. സോ നമ്മൾ ഇനി എന്തെടുക്കും? കോമ്പിനേഷൻ ഓഫ് കീസ് എടുക്കും. സോ ഫസ്റ്റ് എ ബി എടുക്കുക. സോ എ ബി ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? എ ബി ക്ലോഷർ വിൽ കണ്ടെയ്ൻ എ ബി. എ ബി ഒരുമിച്ച് വന്നാൽ നമുക്ക് സി ഡി ഡിറ്റർമിൻ ചെയ്യാം. സോ എ ബി വന്നതുകൊണ്ട് സി ഡി എഴുതാം. സോ എന്തുണ്ടായി ഇവിടെ? എ ബി ക്ലോഷറിൽ എ ബി സി ഡി ഓൾ ദി ആട്രിബ്യൂട്ട്സ് ആർ പ്രസന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹിയർ വി ക്യാൻ സേ ദാറ്റ് എ ബി ഈസ് എ കാൻഡിഡേറ്റ് കീ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റ് കീ ഇതിൽ പ്രസന്റ് ആണോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒന്ന് കാര്യം ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഓരോ കോമ്പിനേഷൻസും എടുത്ത് നോക്കാം. സോ ദാറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം അല്ലേ? നമുക്ക് ഓരോ കോമ്പിനേഷൻ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ അതിനുള്ളൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഇവിടെ നോക്കുക, നമുക്ക് എ ബി ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് കിട്ടി, റൈറ്റ്? അപ്പോ ഈ എ അല്ലെങ്കിൽ ബി ഈ കീസിലെ ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിന്റെ റൈറ്റ് സൈഡിൽ വരുന്നുണ്ടോ നോക്കണം. റൈറ്റ് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് എ ബി ഈസ് എ കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞ് കിട്ടി. സോ ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ നോക്കുകയാണെങ്കിൽ എ എന്നുള്ളത് റൈറ്റ് സൈഡിൽ പ്രസന്റ് ആണ്. സോ അതിന്റെ ലെഫ്റ്റ് സൈഡ്, ഇതിന്റെ മീനിങ് എന്താണ്? സിക്ക് എനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് സി. സോ എക്ക് പകരം ഐ ക്യാൻ റൈറ്റ് സി. സോ സി ബി. അപ്പൊ എനിക്ക് കിട്ടിയത് ഇപ്പൊ സി ബി ക്യാൻ ബി എ കാൻഡിഡേറ്റ് കീ. നമുക്ക് നോക്കാം ശരിയാണോ എന്ന് അല്ലേ? അപ്പൊ അതറിയണമെങ്കിൽ എന്താണ്? സി ബി ക്ലോഷർ കണ്ടുപിടിച്ച് നോക്കാം. സി ബി ക്ലോഷർ എന്താണ്? സി ബി വിൽ ബി ദർ. സിയും ബിയും വരാം. സി വന്നതുകൊണ്ട് എ വരാം. ദെൻ സി വന്നതുകൊണ്ട് ഡി വരാം. സോ ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദി ആട്രിബ്യൂട്ട്, റൈറ്റ്? സോ സി ബി ഈസ് ഓൾസോ എ കാൻഡിഡേറ്റ് കീ. ക്ലിയർ? ദെൻ ഇനി എന്താണ്? വേറെ ഏതെങ്കിലും വരാൻ പറ്റുമോ നോക്കാം. ഇവിടെ ബി റൈറ്റ് സൈഡിലുണ്ടോ? നോ, ബി റൈറ്റ് സൈഡിൽ പ്രസന്റ് അല്ല. അതുപോലെ ഇവിടെ സി റൈറ്റ് സൈഡിൽ പ്രസന്റ് ആണോ? നോ. ദെൻ ബി റൈറ്റ് സൈഡിൽ പ്രസന്റ് ആണോ? നോ. ഓക്കെ, ബട്ട് വി ക്യാൻ സേ ലൈക്ക് ഈ ഒരു ഡിപ്പെൻഡൻസി നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ്? എ ബി ഡിറ്റർമിൻ സി ഡി ആണ്. ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി ഡിറ്റർമിൻ സി എന്നും എ ബി ഡിറ്റർമിൻ ഡി എന്നും, ഡീകമ്പോസിഷൻ റൂൾ വെച്ചിട്ട്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് സൈഡിൽ സി വന്നല്ലോ. സി വന്നാൽ അതിനെ എ ബി വെച്ച് റീപ്ലേസ് ചെയ്യാന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം അങ്ങനെ റീപ്ലേസ് ചെയ്താൽ എന്ത് വരുന്നത്. സോ സിനെ എ ബി വെച്ച് റീപ്ലേസ് ചെയ്താൽ എ ബി ബി ആണ് വരിക. എ ബി ബി ഇസ് ആക്ച്വലി എ ബി. അത് നമ്മൾ ഓൾറെഡി ഒരു കാൻഡിഡേറ്റ് കീ ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് ഏതെല്ലാം? എ ബി ആൻഡ് സി ബി. ദി കാൻഡിഡേറ്റ് കീസ് ആണ് എ ബി ആൻഡ് സി ബി ആർ ദി കാൻഡിഡേറ്റ് കീസ് ഓഫ് ദി ഗിവൺ ടേബിൾ. ഓക്കെ, സോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.